നെവിൻ ആണ് ഇന്നത്തെ ദിവസത്തെ ഹൈലൈറ്റ് ആകാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ ബിഗ് ബോസ് ഒരു വലിയ അനൗൺസ്മെന്റ് തന്നെ നടത്തുകയാണ്. നെവിൻ എന്ന പേര് വിളിച്ച് പറയുകയാണ്. എന്താണെന്ന് കേൾക്കാം. അതിനു മുന്നേ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാൽ രാവിലെ തൊട്ടേ ഇപ്പം അനുമോളും നൂറയും ആദിലയും ഒക്കെ നെവിനെയും അക്ബറിനെയും ഒക്കെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അനുമോള് വളരെയധികം നെവിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് കൂടിയും നെവിൻ വളരെ ശോകമടിച്ച് ബെഡിൽ പോയി കിടക്കുന്നു. എന്നാൽ ഫുഡൊന്നും കഴിക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല. ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ബെഡിൽ പോയി കിടക്കുന്നുണ്ട്. അപ്പം സാബുമാൻ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം സാബുമാന്റെ സംസാരവും എങ്ങനെയൊക്കെയോ തട്ടിക്കളഞ്ഞ് പിന്നെ അക്ബറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അക്ബറുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എന്നെ എല്ലാവരും കടിച്ച് മാന്തിയൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിലൊക്കെ അള്ളിക്കടിക്കുകയും മാന്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഇവിടെ ബിഗ് ബോസ് ശിക്ഷയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എനിക്ക് ഭയങ്കര അനീതിയാണ് തന്നോട് കാണിച്ചത്, ബിഗ് ബോസിന് അനീതിയാണ് എന്നോട് കാണിച്ചത്, അതിനുവേണ്ടി ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ എന്ന് നെവിൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. അക്ബറിന് അറിയാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അക്ബർ പറയുന്നുണ്ട് എനിക്ക് അറിയില്ല നെവിനെ, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നെവിന്റെ ഇപ്പോഴത്തെ പ്രശ്നം, അല്ലെങ്കിൽ നെവിൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നെവിന് അറിയാം ഇതൊരു പ്രശ്നമാണ്, ഇത് നെഗറ്റീവാണ്. എന്താണോ ഇതിന്റെ റിസൾട്ട് അത് ഫേസ് ചെയ്യാൻ താൻ തയ്യാറാണ്, എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നെവിൻ ഒരു ഭയങ്കര ക്രൂവലായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നതിന്റെ റീസൺ അതാണ്. അതായത് കുറച്ചൊക്കെ ഒരു സ്ക്രീൻ സ്പേസ്, കുറച്ച് ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നെവിൻ കുറേ കാര്യങ്ങൾ കാണിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ പ്രേക്ഷകരുടെ ഇടയിൽ കുറച്ച് ടോക്സിക് ആയാൽ, കുറച്ച് ഹീറോയിസം കാണിച്ചു കഴിഞ്ഞാൽ അത് വെറും ഇപ്പം ഷാനവാസ് ചെയ്യുന്ന ഹീറോയിസം എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് മീശ പിരിക്കുക, കുറച്ച് ഡയലോഗ് അടിക്കുക, അതല്ല. ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ക്രൂവലായിട്ട്, എസ്പെഷ്യലി അനുമോളെയാണ് നോവിക്കുന്നതെങ്കിൽ തനിക്ക് കുറച്ച് സപ്പോർട്ട് കൂടും എന്നൊരു ധാരണ ഈ നെവിനുണ്ട്. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അനുമോളെ തേടി പിടിച്ച് നോക്കി പിടിച്ച് ക്രൂവലായിട്ട് ബിഹേവ് ചെയ്യുന്നത് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നെവിൻ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അക്ബറിനോട് ഓൾറെഡി പറയുന്നുണ്ട് ഈ പണപ്പെട്ടി ആയിരിക്കും ഇന്ന് മുതൽ തുടങ്ങാൻ പോകുന്ന ടാസ്ക്, അങ്ങനെയാണെങ്കിൽ ഞാൻ അതെന്തായാലും എടുക്കും എന്ന് പറയുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് അത് നെവിനെ നിനക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴും പറയുന്നുണ്ട് ഞാൻ എടുക്കും, എടുത്തിട്ട് ബിഗ് ബോസ് അതിന് എന്ത് പറയുമെന്നുള്ളത് നോക്കാം, ചിലപ്പോൾ ബിഗ് ബോസിന്റെ മനസ്സ് മാറിയാലോ സമ്മതിച്ചാലോ എന്ന രീതിയിലാണ് ഇവിടെ നെവിൻ പെരുമാറുന്നത്. ഇതിനുശേഷം സാബുമാനോടും പറയുന്നുണ്ടായിരുന്നു. സാബുമാൻ സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട് ഞാൻ പണപ്പെട്ടി എടുക്കും, അല്ലെങ്കിൽ ആ പണപ്പെട്ടി എനിക്ക് എടുക്കാൻ പറ്റാത്തതാണല്ലോ, അതാണ് ഞാൻ ഇത്രയും വിഷമിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇവിടെ 13 ദിവസങ്ങളേ ഉള്ളൂ, നെവിൻ ഉറങ്ങാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് തന്നെ ഇടപെട്ട് പറയുകയാണ്, അനൗൺസ് ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴും നൂറയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നൂറ ക്യാപ്റ്റനാണ്. അപ്പൊ നൂറ പോയി നെവിന്റെ അടുത്ത് നെവിൻ എഴുന്നേറ്റേ, എന്താ ഇപ്പൊ നെവിന്റെ പ്രശ്നം, ആ ഒരു കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പറഞ്ഞ് കഴിഞ്ഞ കാര്യങ്ങളല്ല, ഇനി അതും പറഞ്ഞിട്ടാണോ ഇങ്ങനെ മുഖമൊക്കെ മാറ്റി ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്, ഇങ്ങോട്ട് വന്നിട്ട് ആ ടാസ്ക് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വെസലിന്റെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ, കഴുകാൻ കൊടുക്കുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ശരിയാണ്, നെവിനോടൊരു കാര്യം പറയുമ്പോൾ നെവിൻ തിരിച്ച് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ബിഗ് ബോസ് വീടാണ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ അവരെ അങ്ങനെ ആ വഴിക്ക് വിടുകയാണെങ്കിൽ അവർ നൈസായിട്ട് പോയി സിമ്പതി ഉണ്ടാക്കത്തേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.